നമ്മളെ തടി കുറയ്ക്കാനോ വയറ് കുറയ്ക്കാനോ ഒക്കെ എന്തെങ്കിലും ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ആദ്യം കിട്ടുന്ന ഒരു ഉപദേശം രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക എന്നുള്ളതാണ്. അതായത് മാക്സിമം ഒരു 8 മണിക്ക് മുമ്പെങ്കിലും ഡിന്നർ കഴിക്കുക എന്നുള്ളത്. പക്ഷേ ജോലി സ്ഥലത്ത് നിന്ന് വൈകി വീട്ടിലെത്തുന്നവർക്കൊക്കെ ഈ ഒരു കാര്യം ഭയങ്കര വെല്ലുവിളിയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അതിനുള്ള പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ. വൈകി വീട്ടിലെത്തിയാലും ഹെൽത്തിയായി എങ്ങനെ രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കാം എന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്സ് നോക്കാം. ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ഡിന്നറിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ജോലി സ്ഥലത്ത് ഏകദേശം ഒരു 6 മണി 7 മണിയൊക്കെ ആവുന്ന സമയത്ത് ഡിന്നറിൻ്റെ ഒരു ഭാഗം കഴിക്കാം. അതിനെ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തി, ഓട്സ് അല്ലെങ്കിൽ സാലഡ്, ഇനി ഒരു പുഴുങ്ങിയ മുട്ടയാണെങ്കിലും കഴിക്കാം. ഇതൊക്കെ എളുപ്പത്തിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനും കഴിയും, നമുക്ക് കഴിക്കാനും എളുപ്പമാണ്, ഹെൽത്തിയുമാണ്. ഇനി വീട്ടിലെത്തിയ ശേഷം, അതായത് നിങ്ങളൊരു 9 മണി 10 മണി അല്ലെങ്കിൽ 8 മണിക്ക് ശേഷമൊക്കെയാണ് വീട്ടിലെത്തുന്നതെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത പോർഷൻ കഴിക്കാം. കാരണം നമ്മൾ 6 മണി 7 മണിയാകുമ്പോൾ ഒരു തവണ നമ്മൾ കഴിച്ചു. അപ്പോൾ ചിലർക്ക് വിശപ്പ് തോന്നും, ചിലർക്ക് വിശപ്പ് തോന്നുന്നില്ല. വിശപ്പ് തോന്നുന്നില്ലെങ്കിൽ ഭക്ഷണം ഒഴിവാക്കാം. ഈ വിശപ്പ് തോന്നുന്നവർക്ക് എന്ത് കഴിക്കാം? ഒരു പിടി നട്ട്സോ അല്ലെങ്കിൽ കുറച്ച് സാലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വേവിച്ച എന്തെങ്കിലും വെജിറ്റബിൾസോ ഒക്കെ കഴിക്കാം. അടുത്തതായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് രാത്രി എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക. അതായത് നമുക്കറിയാം, ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുന്ന സമയത്ത് ലേറ്റ് ആവുകയാണെങ്കിൽ പലർക്കും ക്ഷീണമായിരിക്കും, പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനൊരു മടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിലൊക്കെയാണ് നമ്മൾ ജങ്ക് ഫുഡ്സ് ഓർഡർ ചെയ്യാനൊക്കെ ഒരു ശ്രമം നടത്തുക. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന തരത്തിൽ ഭക്ഷണങ്ങൾ മുൻകൂട്ടി ഒരുക്കി വെക്കുക. അതായത് ഇപ്പോൾ ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെക്കാം, തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചിരവി വെക്കാം, ഇനി മാവ് അരച്ച് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാം. ഇത് വളരെയധികം സഹായിക്കും. കാരണം നമ്മൾ ഓഫീസ് കഴിഞ്ഞോ ജോലി കഴിഞ്ഞോ വീട്ടിലെത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഫുഡ് തയ്യാറാക്കാം, കഴിക്കുകയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫുഡൊക്കെ തയ്യാറാക്കി വരുമ്പോഴേക്കും വീണ്ടും ലേറ്റ് ആകും. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി തന്നെ നമ്മളെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുക. അപ്പോൾ നമ്മൾ രാത്രി കൂടുതൽ ലേറ്റ് ആവുകയില്ല, എളുപ്പത്തിൽ കഴിക്കാവുന്ന ഭക്ഷണങ്ങളും നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പം പറയുകയാണെങ്കിൽ കഞ്ഞി, ഓട്സ്, പിന്നെ പച്ചക്കറികളെല്ലാം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അതിനുവേണ്ടി പച്ചക്കറികളൊക്കെ മുൻകൂട്ടി നമുക്ക് ക്ലീൻ ചെയ്തൊക്കെ വയ്ക്കാം. ഇനി പൊതുവെ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു, ഈ ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. കാരണം പലപ്പോഴും നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് വെച്ച് അനുഭവപ്പെടുന്ന ഒരു വിശപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും ചിലപ്പോൾ ദാഹമായിരിക്കാം. ദാഹത്തിന് നമ്മൾ വിശപ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്ന സമയത്ത്, യാത്ര ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇത് നിങ്ങളുടെ വിശപ്പിനെ നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കും. ഇനി ചില ദിവസങ്ങളിൽ എത്ര ശ്രമിച്ചാലും നമ്മൾ ലേറ്റായി പോകുന്നൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ രാത്രി ഭക്ഷണം ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കാതിരിക്കുക. അതായത് ഇപ്പോൾ പൊറോട്ടയോ ബിരിയാണിയോ അല്ലെങ്കിൽ ഭയങ്കര കട്ടിയുള്ള മാംസങ്ങളോ അതൊന്നും കഴിക്കാണ്ടിരിക്കുക. പകരം കഞ്ഞി, സാലഡ് അല്ലെങ്കിൽ ഒരു കപ്പ് ഓട്സ്, അങ്ങനെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാവും പെട്ടെന്ന് ദഹിക്കുന്നതുമായ ഭക്ഷണങ്ങൾ കഴിക്കാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി നേരത്തെ കഴിക്കുകയാണെങ്കിലും നേരം വൈകി കഴിക്കുകയാണെങ്കിലും കഴിച്ച ഉടനെ തന്നെ പോയി കിടന്നുറങ്ങാതിരിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് ഒന്ന് ചെറുതായി വീടിനകത്തേക്ക് ഒന്ന് നടന്ന് ഒന്ന് ശരീരത്തിനെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം മാത്രം ഉറങ്ങാൻ പോവുക. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ തടി കുറയ്ക്കാനും വയറ് കുറയ്ക്കാനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും എല്ലാം ഈ ഒരു ശീലം വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെയധികം ഉപകാരപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും ഹാപ്പിയസ്റ്റ് ഹെൽത്തിൻ്റെ മലയാളം വെബ്സൈറ്റിൽ ലഭിക്കും. നന്ദി.